ഫഹദെ, ഏറ്റവും കൂടുതൽ സെക്സിന് എളുപ്പം ഇസ്ലാമാണ് കേട്ടോ. ഒരു പർദ്ദയും മക്കനെയും ഇട്ട് മുഖവും മൂടി പോയാൽ മതി. വേശ്യാലയത്തിൽ പോയാൽ പോലും സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, ബാലുശ്ശേരി പറഞ്ഞു. ആ കാസിമെ, ആദ്യം പോയി മലയാളം പഠിച്ചിട്ട് വാടാ, എന്നിട്ട് പോരെ. ആദ്യം പോയി മലയാളം അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് പഠിച്ചിട്ട് വാ, ചെല്ല്. നിന്റെ തൂങ്ങിക്കിടക്കുന്ന മണിയുടെ പേരെങ്കിലും മലയാളത്തിൽ അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിച്ചിട്ട് വാ, ചെല്ലു മോനെ. ഓ, ഇത്തരം സൈസുകളൊന്നുമേ ഇവിടെ എടുക്കത്തില്ല. അപ്പോ ഈ യുവ കൊലാകാരൻ എന്താണെന്നല്ലേ, ഒരു പറ്റം നിരപരാധികളായ ജനതയെ മതഭ്രാന്തിലേക്ക് തള്ളിവിട്ട് അവരെ കൊലയാളികളും കൊല്ലപ്പെട്ടവരുമാക്കി മാറ്റുന്നതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച യുവ കലാപകാരിയും ഭീകരനുമാണ് ഇവൻ. ഇന്ത്യക്കും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കുമെതിരെ വിദ്വേഷമായിരുന്നു ഇവന്റെ പ്രധാനപ്പെട്ട തൊഴിൽ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കണം, ഉസ്മാൻ ഹാദി. ഇവൻ ഇപ്പോൾ ഹൂറികളുമായി താടിപ്പാടി രസിക്കുവാണ് എന്ന സത്യവും കൂടി ഞാൻ നിങ്ങളോട് പറയുവാണ്, സന്തോഷമായതുകൊണ്ട്. ഒരുത്തൻ പൊട്ടിത്തെറിച്ചപ്പോൾ ലോകം സമാധാനത്തിന്റെ ഒരംശമായി എന്ന് ചിന്തിച്ചു പോകുന്ന അത്രമാത്രം ഒരു ഭീകരനാണിവൻ. ബംഗ്ലാദേശി വിഘടനവാദിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവാണ് ശ്രീ ഷെരീഫ് ഉസ്മാൻ ഹാദി. സ്വർഗത്തിലൊക്കെ എത്തിയവരല്ലേ, അപ്പൊ നമുക്കൊരു സ്ത്രീയൊക്കെ ഒന്ന് ചേർത്തേക്കാം. ഇവന് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ഹൂറികൾ വന്ന് തോണ്ടിയെടുത്തുകൊണ്ട് പോയി എന്നാണ് വാർത്ത. ബംഗ്ലാദേശിനെ ആകമാനം തീച്ചൂളയിൽ പിടിച്ചിട്ട അവസ്ഥയിലേക്ക് തള്ളിവിട്ട കൊടും ഭീകരനാണിവൻ. ഇവന്റെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ വലിയ രൂപത്തിലുള്ള അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഉസ്മാൻ ഹാദിയുടെ പങ്ക് എന്താണ്, എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ അക്രമാസക്തരായി മാറുന്നത് എന്നല്ലേ ബംഗ്ലാദേശിലെ ഒരു പ്രമുഖ വിഘടനവാദി വിദ്യാർത്ഥി നേതാവാണിവൻ. 2024 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനക്കെതിരെയാണ് പ്രതിഷേധിച്ചുകൊണ്ട് ഇവനൊരു പ്രസ്ഥാനം തുടങ്ങുന്നത്. ഷെയ്ഖ് ഹസീനക്കെതിരെ അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കളിൽ പ്രമുഖനായിരുന്നു ഈ ഉസ്മാൻ. അതിനെ തുടർന്ന് ഇവരുടെ പ്രക്ഷോഭം കാരണം ഹസീനയ്ക്ക് രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. അതിൻ്റെയൊക്കെ പ്രമുഖനായിട്ടുള്ള ഒരു കലാപകാരി ഇവനാണ്. അങ്ങനെ അവാമി ലീഗ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെ ഇറക്കിയതിന് പിന്നിൽ ഇവന്റെ കറുത്ത കരങ്ങളാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തക ഗ്രൂപ്പായിട്ടുള്ള ഇൻക്വിലാബ് മഞ്ച എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവായിരുന്നു ഈ ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന കലാപകാരി. ഷെയ്ഖ് ഹസീനക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിനിടയിൽ ഇൻക്വിലാബ് മഞ്ച ലോക പ്രശസ്തമായി. ഇത് ഒടുവില് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് വരെ കൊണ്ടെത്തിച്ചു. ബംഗ്ലാദേശില് ഒരു തീവ്രവാദ സംഘടനയായി ഇൻക്വിലാബ് മഞ്ച വളർന്നു. ഇന്ന് ലോകവ്യാപകമായിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗിനെ തകർക്കാനുള്ള ശ്രമങ്ങളിലും അതുപോലെ പാർട്ടി മുൻപന്തിയിൽ തന്നെ നിന്നു. ഇപ്പോ ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പില് ധാക്ക 8ഓളം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഈ ഹാദി. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഉസ്മാന്റെ തലയ്ക്ക് ഓട്ട വീണു. തലയ്ക്ക് വീഴാനുള്ള ഓട്ട നെഞ്ചിലാണ് വീണത്. അങ്ങനെ പ്രദേശത്തെ കൽവർട്ട് റോഡില് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന ഹാദിയെ അജ്ഞാതരായിട്ടുള്ള അക്രമികൾ നെഞ്ചിൽ ഓട്ടയിടുമായിരുന്നു. സംഭവത്തെ തുടർന്ന് ഇവനെ ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഡിസംബർ 15 അടിയന്തിരമായിട്ടുള്ള വൈദ്യ ചികിത്സയ്ക്കായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് സിംഗപ്പൂർ ജനറൽ ആശുപത്രിയിലെ ന്യൂറോ സർജിക്കൽ ഇന്റർസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റുന്നു, ICU.
അങ്ങനെ അവനെ എയർലിഫ്റ്റ് ചെയ്യുവാണ് അങ്ങോട്ട്. പിന്നീട് തലയ്ക്ക് വെടിയേറ്റു എന്ന് പിന്നീടാണ് അറിയുന്നത്. നെഞ്ചിനും വെടിയേറ്റു, തലയ്ക്കും വെടിയേറ്റു. എന്താ കാരണം? അജ്ഞാതൻ പഴി പറ്റിച്ചു. നമ്മൾ പറയുന്നത് വെറുതെ അല്ല. കുറെ മനോരോഗികൾ വന്നിട്ടുണ്ട്. മത മനോരോഗികൾ അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഇവിടെ ഒന്ന് ഇറക്കി വെക്കാൻ വരും. അപ്പോൾ നമ്മൾ അവരെ പിടിച്ച് പുറത്ത്. അത്തരക്കാരുടെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ പ്രസ്താവനകളോ കമന്റുകളോ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ മിണ്ടാതിരുന്നാൽ പിന്നെയും 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 വന്ന് ഈ കളിയും കായും കൂയും ഒക്കെ എഴുതി വെച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞു വിട്ടാൽ നമുക്ക് ബാക്കി നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ ഈ യുവ നേതാവ് ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവനും ഇല്ലാതാക്കണം എന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നെഞ്ചിലും തലയിലും ഓട്ട വീണത്. ആദ്യം നെഞ്ചിൽ വീണ ഓട്ടയെ കണ്ടുള്ളൂ, പിന്നീടാണ് തലയ്ക്കും ഓട്ട വീണു എന്ന് മനസ്സിലായത്. അങ്ങനെ അണയാൻ പോയ തീ ആളിക്കത്തി. അങ്ങനെ അജ്മൽ ഉസ്മാൻ ഹാദി അല്ലേ, ഉസ്മാൻ ഹാദി വടിയായി. അതോടുകൂടി ഇവരുടെ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞിട്ട് മറ്റവര് തുടങ്ങി വെച്ചു പ്രശ്നങ്ങൾ. നമ്മുടെ ജീവിതത്തിന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാലാവധി. കണ്ണടച്ച് തുറക്കുന്ന താമസം പോലും നമ്മുടെ ഒന്നും ജീവിതത്തിന് ഇല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെന്തോ വലിയ സംഭവമാണെന്നും ഒരുപാട് കാലം നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുമെന്നുമാണ് നമ്മുടെ ഒരു ധാരണ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ വിചാരിച്ചത് ഇവനെന്തോ വലിയ സംഭവമാണ്, കാലാകാലവുമായിട്ട് ഇവൻ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ തമ്പനെയിലിൽ കണ്ടിട്ടുണ്ടാകും, ഞാനൊരു വൃത്തികെട്ടവൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നു അവനെ? ജീവനോടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ അജ്ഞാതന്മാര് പണി പറ്റിക്കുന്നതിന് അയ്യോ ഞാനത് ഇട്ടില്ല അല്ലേ. അതായത് ഒരു കിളവൻ കാക്ക കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഈ മറ്റവന് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഒരൊറ്റ ആളെ പോലും കല്യാണം കഴിക്കാൻ കിട്ടരുത്. അത്രയ്ക്ക് അവരെയൊക്കെ വീഴ്ത്തണമെന്ന് ഇവന്റെ ഒരാഗ്രഹം. അതുവരെ ഇവൻ ജീവിച്ചിരിക്കുമോ എന്നുള്ളതൊരു വിഷയമല്ലേ. അവനെ നിങ്ങൾ കണ്ടായിരുന്നു? എവിടത്? പിന്നെ എൻ്റെ തമ്പനയിലുണ്ട്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അത് ഇവിടെ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പൊ ഈ വയസ്സൻ കാക്കായ്ക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വിവാഹത്തെ കുറിച്ചിട്ടായിരുന്നു കാക്കാടെ ടെൻഷൻ അത്രയും. അതായത് അയ്യോ അവർക്ക് ഇനിയിപ്പൊ കല്യാണം കഴിക്കാൻ ആരെങ്കിലും കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ആയിരുന്നു കാക്കാടെ ടെൻഷൻ. കിട്ടുമോ ഇല്ലേ, ക്യാപ്ഷൻ കിട്ടുന്നില്ലല്ലോ. അപ്പൊ കാക്ക പറയുന്നത് ഹിന്ദുക്കളിലെ ഒരൊറ്റ യുവാവിനു പോലും, ഏത് വിഭാഗത്തിൽപ്പെട്ട യുവാവായിരുന്നാലും ശരി, ഒരെണ്ണത്തിനും കല്യാണം കഴിക്കാൻ യുവതികളെ കിട്ടരുത്. പിന്നെ അതുവരെ ഇവൻ ജീവിച്ചിരിക്കും. ഇവൻ 2030 എന്നൊരു കാലാവധി പറയുന്നുണ്ട് കേട്ടോ. ഈ 2030 വരെ ഇവൻ ഇരിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഉസ്മാൻ ഹാദി തുറന്ന ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറി നിന്നിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളൊക്കെ വിളിച്ചു പറഞ്ഞ ചരിഞ്ഞു. പറഞ്ഞത് 2030 ആകുമ്പോഴേക്കും
എല്ലാ ജാതികളിലെയും ഹിന്ദു യുവാക്കൾക്ക് ഒരു സ്ത്രീ പോലും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്ന്. ഡൽഹിയിലെ ജാമിയ മില്ലിയ കുണാണ്ട്ര കേട്ടോ, ഇമാം ബുഖാരിയുടെ പ്രസ്താവനയാണ്. ഈ അമുസ്ലിങ്ങള് ഇവനെയൊക്കെ എന്തോ ചെയ്തു? ഇവനെയൊക്കെ പോയി കടിച്ചോ, മാന്തിയോ, പിച്ചിയോ? അതുകൊണ്ടാ പറഞ്ഞത്, ഒരു പുസ്തകമുണ്ടാക്കിയതാണ് ഇതെല്ലാം. ഈ പുസ്തകം കാരണം ലോകത്ത് മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ പോലും ജീവിതത്തിന് വിഘാതമായി കൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകത്തിലെ അന്യമത വിരുദ്ധതകൾ പറഞ്ഞതിന്റെ പേരിൽ അമുസ്ലിങ്ങളെ കൊന്നു കളഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ചൊറുകവും ചൊറുകത്തിലെ പെണ്ണുങ്ങളുടെ മാറും മോറും ഡാഷും ഒക്കെ കണ്ടിട്ട് അതിനു വേണ്ടിയാണ് അമുസ്ലിങ്ങളുടെ ജീവൻ എടുക്കാൻ ഇവർ തയ്യാറാകുന്നത്. പിന്നെ ഇതുപോലെയുള്ള മരമോറന്മാര് വേറെയുമുണ്ട്. കൊല്ലാൻ തയ്യാറല്ലെങ്കിലും അവരെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളുകൾ, ഇവരുടെ വലയിൽ വീണു പോകുന്ന കുറച്ച് ആളുകളും ഉണ്ട് കേട്ടോ. ഇവർക്ക് എപ്പോഴുമുള്ള ചിന്ത ഇതുമാത്രമാണ്. ഒരു ചെറിയൊരു പെൺകുട്ടിയെ കണ്ടാൽ ഞാൻ സ്വർഗത്തിലാണോ, ഞാൻ സിറിയയിലോ പാകിസ്ഥാനിലോ ആണോ എന്നിവർക്ക് തോന്നിപ്പോകും. കാരണം ഇവരുടെ ചിന്തയിൽ എന്താ? ഇവിടെ ഇരിക്കുമ്പോഴും, ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴും ഇവിടെയുള്ള ഭാര്യയുമായിട്ടുള്ള ചൊറുക, ഭാര്യയുമായിട്ടുള്ള കളി, ചത്തുകഴിഞ്ഞാൽ ഹൂറിയുമായിട്ടുള്ള കളി, ഉസ്താദുമാരുടെ പ്രസംഗങ്ങളിലെല്ലാം ഇത്തരം കഥകൾ. അപ്പോ അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കണ്ടാൽ ഇവനൊക്കെ വിടുവോ? വിടത്തില്ല, കേറി പിടിക്കും. കേറി പിടിക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണോ? വാർത്തയായാലും ഇതൊക്കെ നാളെ 4 പേരറിഞ്ഞാലും ഒന്നും ഇവനെ ഒന്നും സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. ഇവനെ കണ്ടോ നിങ്ങൾ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോ. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനാണ് അല്ലേ? ഈ കാക്ക മുഹമ്മദ് ആഷിഖ് എന്നോ മറ്റുമാണ് ഈ മലരന്റെ പേര്. ഇവന്റെ ജോലി എന്തുവാണെന്ന് അറിയാമോ? രസമാണേ. ഇവന് കുമ്മനം സ്വദേശിയാണ്. അടിയാട്ടിൽ മുഹമ്മദ് ആഷിഖ് എന്നാണ് ഇവനെ അറിയപ്പെടുന്നത്. LKG കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവന്റെ ലിംഗം ഉദ്ധരിച്ചു എന്നാണ് ഇവൻ പറഞ്ഞത് പോലീസിനോട്. കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോ കാക്കായെ സംബന്ധിച്ചിടത്തോളം കാക്ക ജീവിക്കുന്നത് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയാണ്. അപ്പോ സ്കൂൾ ബസ്സിനകത്ത് വെച്ചിട്ട് LKG വിദ്യാർത്ഥിനിയെ കണ്ടപ്പോൾ കാക്കായ്ക്ക് ഒറ്റമുണ്ടിന്റെ അകത്ത് നിന്നൊരിളക്കം. ഇയാൾ ആ ബസ്സിലെ ക്ലീനർ ആയിരുന്നു. ഇയാളെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. കൽപ്പകഞ്ചേരി പോലീസ് കാക്കായെ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ട് സൽക്കരിക്കാൻ. കാക്കായെ ജാമ്യത്തിലെടുക്കാൻ ആ നാട്ടിലെ ഏറ്റവും മുന്തിയ MPയോ MLAയോ മത നേതാക്കളോ ഒക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം കാക്കായെ രക്ഷപ്പെടുത്തല് ഇവിടുത്തെ മത മേലധ്യക്ഷന്മാരുടെ അനിവാര്യതയാണ്. അപ്പോ ഈ കടുങ്ങാത്തുകുണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്വകാര്യ വിദ്യാലയത്തിൽ പഠിക്കുന്ന 4 വയസ്സുള്ള കുഞ്ഞിന് നേരെയാണ് ഇവൻ അതിക്രമം നടത്തിയിരിക്കുന്നത്. 4 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവൻ അങ്ങനെ തോന്നിയെങ്കിൽ ഇവന്റെയൊക്കെ ചിന്താഗതി എന്താ? ഇവനെയൊക്കെ എന്ത് ചികിത്സയാണ് ചെയ്യേണ്ടത്? 4 വയസ്സുള്ള പൈതലുകളെ കണ്ടാൽ നമുക്ക് അവരോട് കളിക്കാനും ചിരിക്കാനും, അവരുടെ കുസൃതികൾ, അവരുടെ സൗന്ദര്യം, അവരുടെ വസ്ത്രധാരണം, അവരുടെ ചോദ്യങ്ങൾ, അവരുടെ ചെയ്തി, ഇതൊക്കെ ആസ്വദിക്കാനല്ലേ നമുക്ക് തോന്നാറുള്ളൂ. വൈകിട്ട് സ്കൂള് കഴിഞ്ഞ് കുട്ടികളെ വീട്ടിലാക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ബസിന്റെ പിൻ സീറ്റിൽ വെച്ചിട്ടാണ് ഇവൻ കുട്ടിയെ ഉപദ്രവിച്ചത്. വീട്ടിലെത്തിയ കുട്ടി ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ, വേദനകൾ പ്രകടിപ്പിച്ചു. അങ്ങനെ വീട്ടിലുള്ളവരെ വിളിച്ചിരുത്തി കുഞ്ഞിനോട് കാര്യം ചോദിച്ചപ്പോൾ കുഞ്ഞ് കാക്ക ചെയ്തതെല്ലാം വെടിപ്പായിട്ട് പറഞ്ഞു, പൈതലിന് അറിയില്ലല്ലോ സെൻസർ ചെയ്യണമെന്ന്.
കുട്ടിയുടെ രക്ഷിതാക്കൾ ഉടനെ തന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല, പോലീസ് സ്റ്റേഷൻ. അങ്ങനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് പോക്സോ നിയമപ്രകാരം കാക്കായെ ഒന്ന് സൽക്കരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബസ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പല ആളുകളും തുറന്നു പറയുന്നത്. അപ്പോ ഇവനെയൊക്കെ എന്ത് ചെയ്യണം? എന്തിന്റെ കുറവാണ് ഇവനൊക്കെ ഉള്ളത്? സ്കൂൾ ബസ്സിൽ പോകുന്ന 4 വയസ്സുകാരി ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ആ പൈതല് ഈ കാമപ്രാന്തം വിളിച്ചപ്പോൾ ഓടിപ്പോയത് ചിലപ്പോൾ ഒരു കളിപ്പാട്ടം കണ്ടിട്ടായിരിക്കും, ഒരു മിഠായി കണ്ടിട്ടായിരിക്കും. എന്തായിരിക്കുമല്ലേ ഇവനൊക്കെ മക്കളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മക്കളുള്ള കുടുംബങ്ങളിലേക്ക് ഇവനൊക്കെ പോകുമ്പോ എങ്ങനെയാണ് വിശ്വസിച്ച് ഈ തെണ്ടികളെ വീട്ടിൽ കയറ്റുന്നത്? ഇതുപോലെയുള്ള അലവലാദികളെ സൃഷ്ടിച്ചു വിടുന്നത് ആരാണെന്നറിയാമോ? ഈ കാമകഥകൾ പറഞ്ഞ് ഇവന്മാരെ മോഹിപ്പിക്കുന്ന ഈ മതപണ്ഡിതന്മാരാണ്. എവിടെ ചെന്നാലും ഇവര് പ്രശ്നമാണ്. അതെ, അത് നല്ലൊരു മാർഗമാണ്. ആദ്യം ചെത്തിയത് പോരാഞ്ഞ് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തിട്ട് മുഴുവനും ഛേദിച്ച് കളയണം. ഇതുപോലെയുള്ള ആളുകളോട് ഒരു കാരണവശാലും മാനുഷികമായിട്ടൊരു പരിഗണന ഇവരോട് കാണിക്കരുത് എന്ന് തന്നെയാണ് നമുക്കും പറയാൻ. കാരണം നമുക്കുമൊക്കെ മക്കളുണ്ടേ. എന്തുവാണ് ഇവനൊക്കെ കാണിക്കുന്നത്? ഇവര് പല രാജ്യങ്ങളിലേക്കും ചേക്കേറിയല്ലോ. അപ്പോ നിങ്ങളുടെ കമന്റിന് കൃത്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, നീല ചട്ടയിട്ടിട്ട് അവര് മറുപടി തരും കേട്ടോ. ഇനിയിപ്പോ ഞാൻ തന്നെ തന്നേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ തരുന്നോണ്ട് വിഷയമൊന്നുമില്ല കേട്ടോ. വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു അല്പം അവധിക്ക് വെച്ചത്. ഇവരെ പാകിസ്ഥാനിലേക്കും മറ്റുമൊക്കെ കുടിയേറി, നല്ല ചരക്കുകൾ പാകിസ്ഥാനിലുള്ളവര്. ഇവര് പല രാജ്യങ്ങളിലേക്ക് പോയിട്ട് കാണിച്ചു കൂട്ടുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ പാകിസ്ഥാൻ പൗരന്മാർക്കിടയിൽ വ്യാപകമായിട്ടുള്ള ബലാത്സംഗം, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, കൊലകൾ, കൊള്ളകൾ, ഇതൊക്കെ വ്യാപകമായി. അപ്പോ പാകിസ്ഥാൻ മനസ്സിലാക്കിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ ഭരണത്തെ ഭയന്നിട്ട് കുറെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അവരായിരിക്കുമെന്നാ വിചാരിച്ചത്. അങ്ങനെ ഏതാണ്ട് ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ പാക്കികള് വന്നിടത്തേക്ക് തന്നെ തിരിച്ചയച്ചു. കാരണം പറഞ്ഞത് ഇങ്ങനെയാണ്: അഫ്ഗാനികൾ നമ്മുടെ രാജ്യത്തേക്ക് ചേക്കേറിയത് കാരണം നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് ഞങ്ങളുടെ രാജ്യത്തിന് ബാധിക്കുന്നു. ഭയങ്കര ആൾക്കാരാണ്. അതുകൊണ്ട് ഇനിയും ഇവരെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിഞ്ഞു, അഫ്ഗാനിസ്ഥാനിലെ ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ എന്നിട്ടും വ്യാപകമായിട്ട് തെരുവോരങ്ങളില് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ബലാത്കാരങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊരു പഠന വിധേയമാക്കുവാണ്, എന്താണ് പിന്നെയും ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഇവര് പഠനങ്ങളൊക്കെ നടത്താൻ പ്രത്യേക വിങ്ങിനെയൊക്കെ നിയമിച്ച് അവരൊക്കെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നതിനിടയിൽ സൗദി അറേബ്യയുടെ ഒരു വമ്പൻ പ്രസ്താവന വരുന്നു. സൗദി അറേബ്യയിലേക്ക് ചേക്കേറിയിട്ടുള്ള മുഴുവൻ പാക്കികളെയും പാക്ക് ചെയ്യണമെന്ന്. എന്താ കാരണം? പിടിക്കപ്പെട്ട കൊലയാളികളിൽ മൊത്തം പാക്കികളാണ്, പിടിക്കപ്പെട്ട ബലാത്കാരികളിൽ എല്ലാം പാക്കികളാണ്, പീഡന വീരന്മാരും
കാമഭ്രാന്തന്മാരുമായിട്ടുള്ള പരിസരബോധം നഷ്ടപ്പെട്ട ഇവന്മാരുടെ കഴുത്തിൽ ഞങ്ങൾ കുരുക്കിടണോ, നിങ്ങൾ കുരുക്കിടുമോ? സൗദിയാണേ, രക്ഷയില്ല, ഒന്നും പറയാനും പറ്റില്ല. കുറച്ച് കഴിഞ്ഞു, അവിടെ നിന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞേ ഉള്ളൂ UAE രംഗത്ത് വന്നു. സത്യമാണ്, UAE-യിലും പിടിക്കപ്പെട്ട മുഴുവൻ ബലാത്സംഗക്കാരും പീഡനവീരന്മാരും കാമഭ്രാന്തന്മാരും ഒക്കെ പാക്കികളാണ്. ഞങ്ങളും അവരെ പാക്ക് ചെയ്യാനുള്ള നിയമനിർമ്മാണത്തിന്റെ പണിപ്പുരയിലാണ്. അപ്പോ ആഫ്രിക്കയും യൂറോപ്പും ഒക്കെ സൗദിയിലെ MBSുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാണ്, പൊന്ന് ഹബീബേ, ഞങ്ങളും ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക, രക്ഷയില്ല. ഇവന്മാരിവിടെ വന്നിട്ട് പണിയെടുത്തല്ല ജീവിക്കുന്നത്, തെണ്ടിയിട്ട്. പലസ്തീൻകാരും അങ്ങനെയാ, തെണ്ടി തിന്നുന്ന വർഗമാ. ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റിക്കാരെ കണ്ടിട്ടില്ല, അത് അതിനേക്കാൾ വലിയ തെണ്ടി തിന്നിയ. ഇലനക്കി നായുടെ ചിറിനക്കി നായ എന്ന് പറയില്ലേ, എരന്ന് തിന്നുന്നവനെ തൊരന്ന് തിന്നുന്ന തെണ്ടികള്. ഇവർക്ക് അതിനൊന്നും ഒരു മടിയും ഇല്ല കേട്ടോ. ആരെയും പറ്റിക്കാനും വെട്ടിക്കാനും തട്ടിക്കാനും കബളിപ്പിക്കാനും വിശ്വാസവഞ്ചന നടത്താനും ഒന്നും യാതൊരു മടിയുമില്ല. അങ്ങനെ പാകിസ്ഥാൻ ഭിക്ഷക്കാരെ കൊണ്ട് പൊറുതി മുട്ടി. സൗദി അറേബ്യയും UAE-യും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഒരൊറ്റ വർഷം 2025 മാത്രം സൗദി അറേബ്യ 24,000 പാകിസ്ഥാൻ തെണ്ടികളെ നാടുകടത്തി. ഭിക്ഷാടന വ്യവസായം പാകിസ്ഥാനിൽ ഹിറ്റായിരിക്കുന്ന ഒരു വ്യവസായമാണ് അത്രേ. ഒരു പണിയും എടുക്കണ്ടല്ലോ, സുഖസുന്ദരമായിട്ട് ജീവിക്കാമല്ലോ. അതുകൊണ്ട് പാക്കികളെ ആഫ്രിക്കയിലും യൂറോപ്പിലുമൊക്കെ വമ്പിച്ച രൂപത്തിൽ പാക്ക് ചെയ്യാനുള്ള നടപടികൾ. അപ്പൊ ഇവര് വിചാരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും അവർ പാക്ക് ചെയ്ത് വിട്ടാൽ തന്നെയും ചിലപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ രാജ്യത്ത് നിന്ന് ആരെങ്കിലും ഒക്കെ വരുമെന്നാണ്. പക്ഷേ രക്ഷയില്ല. പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ, ഭിക്ഷാടന മാഫിയ വന്ന് തമ്പടിക്കുന്നത് പള്ളികളിലാണ്. കാരണം അതാണ് അവർക്ക് ഏറ്റവും എളുപ്പമുള്ള സ്ഥലം. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ, എല്ലാത്തിനും ഇവരെ സംബന്ധിച്ചിടത്തോളം നാളെ മരിച്ച് പരലോകത്തിലെത്തിയാൽ അനിർവചനീയമായിട്ടുള്ള സ്വർഗ ആരാമങ്ങൾ കിട്ടിയാൽ മതി. അതിന് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിവര് കൃത്യമായിട്ട് ചെയ്യും. 5 നേരം ഉച്ചയും കുത്തി മറിഞ്ഞാ മതി, സ്വർഗം നമ്മളുടെ കാൽക്കീഴിൽ വരുമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ വിഷമം, ഇവരുടെ ഈ തന്ത്രത്തിൽ പെട്ടുപോയ കുറച്ച് അമുസ്ലിങ്ങളുണ്ട് കേട്ടോ. ഇവരെ അങ്ങോട്ട് വിശ്വസിച്ചിരിക്കുവാണ്. റെയിൽവേ ട്രാക്കുകൾ തകർക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു UP-യിൽ. ഇടയ്ക്കിടയ്ക്ക് ട്രെയിനുകൾ അപകടത്തിലാകും. ട്രെയിൻ മറിയുക, ബോഗി ചരിയുക, റെയിൽവേ ട്രാക്ക് ഇളകിയാടുന്നു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കലാപരിപാടികൾ. അത് അന്വേഷിച്ച് ചെന്നപ്പോൾ ചെന്ന് നിന്നത് പള്ളികളിൽ ചെറിയ കുട്ടികൾക്ക് ഇവർ നല്ല രൂപത്തിൽ ക്ലാസ് കൊടുത്ത് കോച്ചിങ് കൊടുത്ത് റെയിൽവേ ട്രാക്കുകൾ തകർക്കുന്നു. റെയിൽവേ ട്രാക്കുകൾ തകർത്ത് അതിലെ കമ്പിയൊക്കെ അടിച്ച് പൊട്ടിച്ച് അല്ലെങ്കിൽ കുറച്ച് കല്ലൊക്കെ എടുത്തു വെച്ച് പള്ളികളിൽ ഉസ്താദുമാരാണ് ഈ കോച്ചിങ് കൊടുക്കുന്നത്. കമ്പും കഴയും കല്ലുകളും ഒക്കെ പറക്കി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിൻ പാളം തെറ്റും. അപ്പോഴാണ് ഒരു പ്രത്യേക സംഘത്തെ UP-യിൽ യോഗി ആദിത്യനാഥ് നിയോഗിച്ചു. അവരിതൊക്കെ അന്വേഷിച്ച് ചെന്നെത്തിയപ്പോൾ പള്ളികളിൽ മദ്രസകളിൽ കുട്ടികൾക്കാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത്. കുട്ടികളെ ആകുമ്പോൾ ശിക്ഷിക്കാൻ നിയമമില്ലല്ലോ. എങ്ങാനും ഏതെങ്കിലും ഒരു കുട്ടിക്കാലനെയോ കുട്ടി ഭീകരനെയോ അറസ്റ്റ് ചെയ്താൽ ഉടനെ ഇവർ കട്ടഹാസം ഉണ്ടാക്കാമല്ലോ. ഇരവാദം പറഞ്ഞ് കുട്ടികളെ പോലും യോഗി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നിവർക്ക് പറയാമല്ലോ. അപ്പോൾ മുസ്ലിം പള്ളികളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ കുറച്ച് കാഫിറുകൾക്ക് ചില ധാരണകളുണ്ട്.
അത് തെറ്റോ ശരിയോ എന്ന് നിങ്ങൾ പറയണേ. പറയുന്നത് ഈ പള്ളികളെ കുറിച്ചിട്ടാണ്. അതായത് ഈ പള്ളികൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു നിഗൂഢ സ്ഥലമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. എന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ചേരമാൻ പള്ളിയിൽ ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി പോവുകയുണ്ടായി. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ മഹല്ല് എന്ന് പറയുന്നത് ഒരു ആരാധനാ കേന്ദ്രം മാത്രമല്ല, അത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഈ മഹല്ലുകൾ എന്ന് പറയുന്നത്. അതായത് ആളുകളുമായിട്ട് അവർ എത്ര ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് നമുക്ക് അവിടെ ചെന്ന് കയറുമ്പോഴേ മനസ്സിലാവുള്ളൂ. പുറത്തു നിന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല അവിടെ നടക്കുന്നതെന്ന് അതിന്റെ ഉള്ളിൽ കയറി നമ്മൾ അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അത് കണ്ട് മനസ്സിലാക്കുക തന്നെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഈ പള്ളികളെ അതെ അതെ, കുറിച്ചിട്ടാണ്. അതായത് എല്ലാവരും പോയി ഒന്ന് കണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കണം. മാറാട് കൂട്ടക്കൊല എങ്ങനെയാണ് നടന്നത്? പള്ളിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? 1921 നടന്നത് എന്തായിരുന്നു? പള്ളിയുമായിട്ട് എന്തെങ്കിലും രൂപത്തിൽ ബന്ധമുണ്ടോ? അതുകൊണ്ട് മദ്രസകളിൽ എങ്ങും കൊച്ചേ ആ ഏരിയയിലേക്ക് എങ്ങും പോയേക്കല്ലേ. ഉസ്താദിന് അങ്ങനെ പ്രത്യേകിച്ച് കാഫിറാണെന്നൊന്നുമില്ല. ഉസ്താദിന് കിളി പോകാൻ പ്രത്യേകിച്ച് ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാ മതി. സ്നേഹം കൊണ്ട് പറയുക കൊച്ചേ, നിന്നെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. പള്ളികളിൽ എന്താ പഠിപ്പിക്കുന്നതെന്നറിയാമോ? കൊച്ചു പറഞ്ഞ ലേശ മാനവികതയൊന്നും എടുക്കട്ടെ, ഒന്നും വിചാരിക്കല്ലേ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു. ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ്. ഇവിടെ പഠിക്കേണ്ട പാഠം യാ യുഹല്ലദീനാമനു മുഅ്മിനീങ്ങളെ ലാ തത്തഖുദുൽ യഹൂദ വന്നസാറ ഔലിയ, യൂദ നസാറാക്കളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. അണ്ണാക്കിൽ കിട്ടിയോ കൊച്ചേ? കൊച്ചേ, ബഹുദൈവാരാധകരാകുന്ന മുഴുവൻ ആളുകളും ഇസ്ലാമിന്റെ കോൺസെപ്റ്റിൽ കാഫിറുകളാണ് കേട്ടോ. അവരെ മുഴുവനും ശത്രുക്കളായി കാണാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് മദ്രസകളിലും മഹല്ലുകളിലും പള്ളികളിലും ഒക്കെ പഠിപ്പിക്കുന്നത്. ചെന്ന് കയറി കൊടുക്കുക. അപ്പോ ആ പൊടി ഉണ്ടെങ്കിൽ സാറ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നിന്നു. പൊടിയൊക്കെ ഇരുന്ന വൈറസുകളൊക്കെ വരും കേട്ടോ. ഒന്ന് തട്ടിക്കളഞ്ഞിട്ടിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ അണ്ണാക്കിൽ കിട്ടിയല്ലോ അല്ലേ? ഇതാണ് മതേതരത്വം കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, അലിയാർ കാസിമി പറഞ്ഞതാണ്. ഖുർആനിന്റെ അധ്യാപനമാണ്. കാഫിറുകളായ ആളുകളോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് കാക്ക കുറച്ച് വെടിപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ. താത്ത ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും താത്താമാർക്കും അറിയാം ഇത് വളരെ കൃത്യമായിട്ട് കേട്ടോ. അപ്പോൾ ഇനി മദ്രസയിലേക്ക് പോകുമ്പോഴേക്ക് ഉസ്താദുമാരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടാകും, ഒന്ന് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിച്ചത്. ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ചിലപ്പോ നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് മാത്രം. മനോഹരമായൊരു ആചാരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഒരു കിളുന്തു കൊച്ചിനെ ഒരു കിളവനെ കൊണ്ട് കെട്ടിക്കുക. അപ്പോൾ ഇവരുടെ ഒരു ആചാരമുണ്ട്, പെണ്ണിനെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്ന ഒരാചാരം. ഈ പോക്രിത്തരം, ഈ തന്തയില്ലായ്മ നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. 60 വയസ്സുകാരൻ 6 വയസ്സുകാരിയെ കെട്ടിയതിൻ്റെ അത്രയും കുഴപ്പമൊന്നുമില്ല. പാപ്പയാണ് ആ കൊച്ചിനെ പിടിച്ചവൻ്റെ കയ്യിൽ. കൊച്ചു ഒരു രൂപത്തിലും കൈ കൊടുക്കുന്നില്ല. ആ കൊച്ചു ശരീരം തളർന്നു, താഴെ വീണു. വീണ്ടും ആ കൊച്ചിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. കൊച്ച് അലറി കരയുന്നു, കൊച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. എന്ത് സുന്ദരമായിട്ടുള്ള ആചാരങ്ങൾ! ഇവിടെയുള്ള വല്ല മലരന്തണ്ടികളും ഇതൊക്കെ കാണുന്നുണ്ടോടാ നാറികളെ?